ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്വയം കോഴ്സായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെൻറ്റ് എഡ്യൂക്കേഷൻ്റെ വീക്ക് 5 പ്ലേ പാറ്റേൺസ് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്ന ഭാഗമാണ്. അതിൽ ഈ ബുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ബുക്ക് ആ ഒരു മെറ്റീരിയൽ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് ഫോർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അല്ലേ. ബ്രെയിൻ ഡെവലപ്പിന് വേണ്ടിയിട്ട് നമ്മൾ കളിക്കാറുണ്ട്. അത് ചിൽഡ്രൻ ലേൺ പ്രോബ്ലം സോൾവിങ്, കോഗ്നേറ്റീവ് സ്കിൽസ് ആൻഡ് ലാംഗ്വേജ് ത്രൂ പ്ലേ. Children learn problem solving, cognitive skills and language through play. Play fosters curiosity, creativity and the ability to understand a relationship like size, shape and texture. Enhances vocabulary through interactive books and toys. അവരുടെ വൊക്കാബുലറി എൻഹാൻസ് ആവും ത്രൂ ഇൻട്രാക്റ്റീവ് ബുക്സിലൂടെയും ടോയ്സിലൂടെയും. എൻകറേജസ് സിംബോളിക് തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ. കളിക്കുന്നതിലൂടെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ഈ വഴിയിലൂടെയൊക്കെയാണ് എൻഹാൻസ് ആവുന്നത്. എൻകറേജസ് സിംബോളിക് തിങ്കിങ് ആൻഡ് ഇമാജിനേഷൻ. അപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നമ്മൾ നോക്കി അടുത്തത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. ഹെൽപ്സ് ഇൻ ഡെവലപ്പിംഗ് സോഷ്യൽ ബിഹേവിയർ സച്ച് ആസ് ഷെയറിംഗ്, കോർപ്പറേഷൻ ആൻഡ് നെഗോസിയേഷൻ. Children learn to make friends, role play and adopt group dynamics. അടുത്തത് മോട്ടോർ ഡെവലപ്മെൻ്റ് ആണ്. 2 തരത്തിലുള്ള മോട്ടോർ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഫൈൻ മോട്ടോർ സ്കിൽസും അതുപോലെ ഗ്രോസ് മോട്ടോർ സ്കിൽസും. 2 തരത്തിലുള്ള മോട്ടോർ സ്കിൽസാണുള്ളത്. അപ്പോൾ ഡെവലപ്സ് ഫൈൻ ബോത്ത് അല്ലേ, ഡെവലപ്പ് ബോത്ത് ഫൈൻ മോട്ടോർ സ്കിൽസ് അതുപോലെ തന്നെ ഗ്രോസ് മോട്ടോർ സ്കിൽസും ഡെവലപ്പ് ആവുന്നുണ്ട്. ഫൈൻ മോട്ടോർ സ്കിൽസ് ലൈക്ക് യൂസിങ് ക്രയോൺസൊക്കെ യൂസ് ചെയ്യുന്നത്. അതുപോലെ ഗ്രോസ് മോട്ടോർ സ്കിൽസ് എന്ന് പറയുന്നത് ജമ്പിങ് അങ്ങനത്തൊക്കെ. എൻകറേജസ് കോർഡിനേഷൻ, ബാലൻസ് ആൻഡ് മസിൽ ഗ്രോത്തും അവിടെ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേയിൽ മറ്റൊരു പോയിൻ്റാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ബിൽഡ്സ് സെൽഫ് കോൺഫിഡൻസ് ത്രൂ മാസ്റ്ററി ഓഫ് സ്മോൾ ടാസ്ക്സ്, ഹെൽപ്സ് ചിൽഡ്രൻ എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് കോപ്പ് വിത്ത് സെറ്റ് ബാക്സ്. അടുത്തത് ഫോർ ഫാമിലി റോൾ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ത്രൂ ഇമിറ്റേറ്റീവ് ഗെയിംസ് ലൈക്ക് പ്ലേയിങ് ഹൗസ്, ചിൽഡ്രൻ ലേൺ അബൌട്ട് ഫാമിലി റൂൾസ് ആൻഡ് എക്സ്പെക്റ്റേഷൻസ്. Reinforces that parents are the first teachers, with play being a major teaching method. അപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് പ്ലേസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒന്ന് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫോർ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, മോട്ടോർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, ഫോർ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, ഫോർ ഫാമിലി റോൾ അണ്ടർസ്റ്റാൻഡിങ്. അടുത്തത് ടൈപ്സ് ഓഫ് പ്ലേ ഇൻ പ്രീ സ്കൂൾ ഇയേഴ്സ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് പ്ലേയിൽ പെട്ടതാണ് എന്നുള്ളത് ഒരു ഇൻസിഡൻറ്റ് തന്നിട്ട് അത് ഏത് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് പ്ലേ ആണെന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. നോൺ സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻഫാൻസിലാണ് കോമൺ ആയിട്ടും കണ്ടുവരുന്നത്. അതായത് അവരൊറ്റയ്ക്ക് കളിക്കും, മറ്റുള്ളവരെയൊക്കെ ഒബ്സേർവ് ചെയ്തിട്ട് ഒറ്റയ്ക്ക് കളിക്കും, പക്ഷെ അവിടെ ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല. ചൈൽഡ് പ്ലേസ് എലോൺ ഓർ ഒബ്സേർവ്സ് others without interaction. ചൈൽഡ് പ്ലേസ് എലോൺ ഓർ ഒബ്സേർവ്സ് അതേഴ്സ് വിത്തൗട്ട് ഇൻട്രാക്ഷൻ. അതാണ് നോൺ സോഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തത് പാരലൽ പ്ലേ ആണ്. അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് പാരലൽ പ്ലേ, പ്രിറ്റൻഡഡ് പ്ലേ, നോൺ സോഷ്യൽ ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞ് തരും. അതിൽ നമ്മൾ കറക്റ്റ് ഓപ്ഷന് തിരഞ്ഞെടുക്കേണ്ടി വരും. പാരലൽ പ്ലേ എന്ന് പറയുന്നത് ചിൽഡ്രൻ പ്ലേ സൈഡ് ബൈ സൈഡ് ബട്ട് ഡോണ്ട് എൻഗേജ് വിത്ത് ഈച്ച് അതർ. അവർ സൈഡ് ബൈ സൈഡായിട്ട് കളിക്കും, അവർ ഈച്ച് അതറായിട്ട് എൻഗേജ്ഡ് ആവില്ല. കോമൺ ഇൻ ടോഡ്ലേഴ്സ് ആൻഡ് യങ് പ്രീ സ്കൂളേഴ്സ്. അടുത്തത് പ്രിറ്റൻഡ് പ്ലേ ആണ്. ബിഗിൻസ് വിത്ത് യൂസിങ് വൺ ഒബ്ജക്റ്റ് ടു റെപ്രസെൻറ്റ് അനദർ. പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയുന്നത് ബിഗിൻസ് വിത്ത് യൂസിങ് വൺ ഒബ്ജക്റ്റ് ടു റെപ്രസെൻറ്റ് അനദർ. ഇമ്പോർട്ടൻറ്റ് ഫോർ സിംബോളിക് തോട്ട് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയുന്നത് ബിഗിൻസ് വിത്ത് യൂസിങ് വൺ ഒബ്ജക്റ്റ് ടു റെപ്രസെൻറ്റ് അനദർ. ഇമ്പോർട്ടൻറ്റ് ഫോർ സിംബോളിക് തോട്ട് ആൻഡ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്. അടുത്തൊരു പ്ലേ എന്ന് പറയുന്നത് സോഷ്യോ ഡൈനാമിക് പ്ലേ ആണ്. അത് നമുക്ക് സോഷ്യോ ഡ്രാമാറ്റിക് പ്ലേ ആണ് കേട്ടോ. ഡ്രമാറ്റിക് പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുക, കുട്ടികൾ കളിച്ച്, അതായത് ഓരോരോ റോള് സ്വീകരിച്ച് കളിക്കാറില്ലേ, അമ്മയുടെ റോള്, അച്ഛൻ്റെ റോള്. ഓൾസോ നോൺ ആസ് ഇമാജിനേറ്റീവ് പ്ലേ. ചിൽഡ്രൻ
ചിൽഡ്രൻ ടേക്ക് വൺ റോൾ, എക്സാമ്പിളായിട്ട് സൂപ്പർ ഹീറോസിൻ്റെയും പാരൻസിൻ്റെയും ഒക്കെ റോൾ എടുത്തിട്ട് ആൻഡ് ആക്ട് ദം ഔട്ട്. ഓക്കെ, ഡെവലപ്സ് എംപതി, ക്രിയേറ്റിവിറ്റി ആൻഡ് സോഷ്യൽ അവെയർനെസ്. അടുത്തത് റൂൾ ഗവേൺഡ് പ്ലേ ആണ്. റൂൾ ഗവേൺഡ് പ്ലേ എന്ന് പറയുമ്പോൾ അതൊരു 5-6 വയസ്സിൻ്റെ ഒരു ഇതിലാണ്. ചിൽഡ്രൻ എൻജോയ് ഗെയിംസ് വിത്ത് സെറ്റ് റൂൾസ്, ഹെൽപ്സ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് സ്ട്രക്ചർ, ടീം വർക്ക് ആൻഡ് ഫെയർ പ്ലേ. അടുത്തത് അസോസിയേറ്റീവ് പ്ലേ ആണ്. ബിഗിൻസ് അറൗണ്ട് ഏജ് 3 to 4 ആണ്. ചിൽഡ്രൻ അതായത് ഇൻട്രാക്ട് ചെയ്യും, ഷെയർ ടോയ്സ് ബട്ട് ഡു നോട്ട് ഹാവ് എ ജോയിൻറ്റ് ഗോള്. അസോസിയേറ്റീവ് പ്ലേ എന്ന് പറയുന്നത് 3-4 ആ ഒരു ഏജിലാണ് ഇത് തുടങ്ങുന്നത്. ചിൽഡ്രൻ ഇൻട്രാക്റ്റ് ആവും, അവർ ടോയ്സൊക്കെ ഷെയർ ചെയ്യും, പക്ഷേ അവർക്ക് ബട്ട് ഡു നോട്ട് ഹാവ് എ ജോയിൻറ്റ് ഗോൾ. ടീച്ചേഴ്സ് സോഷ്യൽ നോംസ്, കോർപ്പറേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അടുത്ത പ്ലേ എന്ന് പറയുന്നത് സോഷ്യൽ പ്ലേ ആണ്. അത് മോർ അഡ്വാൻസ്ഡ് ഫോം ഓഫ് അസോസിയേറ്റഡ് പ്ലേ ആണ്. ഇൻവോൾവ്സ് ആക്റ്റീവ് ഇൻട്രാക്ഷൻ വിത്ത് ഷെയർഡ് ഗോൾസ് ആൻഡ് ഐഡിയാസ്. അസോസിയേറ്റീവ് പ്ലേ എന്ന് പറയുന്നത് ചിൽഡ്രൻ ഇൻട്രാക്റ്റ് ആണ്, അവർ ടോയ്സൊക്കെ ഷെയർ ചെയ്യും, പക്ഷേ ജോയിൻറ്റ് ഗോൾ അവർക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇത് സോഷ്യൽ പ്ലേ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് പ്ലേനേക്കാളും കൂടുതൽ അഡ്വാൻസ്ഡ് ആണ്. ഇതൊരു ആക്റ്റീവ് ഇൻട്രാക്ഷൻ ഇവിടെ ഉണ്ടാകും. അതുപോലെ അവരുടെ ഗോൾസും ഐഡിയാസൊക്കെ അവർ ഷെയർ ചെയ്യും with shared goals and ideas. Enhances moral reasoning and value understanding. അടുത്തത് മോട്ടോർ ആൻഡ് ഫിസിക്കൽ പ്ലേ ആണ്. മോട്ടോർ ആൻഡ് ഫിസിക്കൽ പ്ലേ എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റീസ് ലൈക്ക് റണ്ണിങ് ആൻഡ് ജമ്പിങ് ബിൽഡ്സ് ഫിസിക്കൽ സ്ട്രെങ്ത്, കോർഡിനേഷൻ ആൻഡ് റെസിലിയൻസ്. ടീച്ചേഴ്സ് ടേൺ ടേക്കിംഗ് ആൻഡ് ഡീലിംഗ് വിത്ത് വിൻസ് ലോസസ്. അതായത് ഈ മോട്ടോർ ആൻഡ് ഫിസിക്കൽ പ്ലേ എന്ന് പറയുമ്പോൾ അവിടെ ആക്ടിവിറ്റീസ് ലൈക്ക് റണ്ണിങ് ആൻഡ് ജമ്പിങ് ആണ് നടക്കുന്നത്. ബിൽഡ്സ് ഫിസിക്കൽ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യും, അതുപോലെ കോർഡിനേഷൻ ആൻഡ് റെസിലിയൻസ്. ടീച്ചേഴ്സ് ടേൺ ടേക്കിംഗ് ആൻഡ് ഡീലിംഗ് വിത്ത് വിൻസ് ആൻഡ് ലോസസ്. അതൊക്കെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്, വിൻസ് ആൻഡ് ലോസസ്. അടുത്തത് കൺസ്ട്രക്റ്റീവ് പ്ലേ ആണ്. ഇൻവോൾവ്സ് ബിൽഡിംഗ്, ഡ്രോവിംഗ് ഓർ ക്രിയേറ്റിംഗ്. സ്റ്റാർട്ട്സ് ഇൻ ഇൻഫാൻസി വിത്ത് എക്സ്പ്ലോറേഷൻ. എൻകറേജസ് പ്ലാനിങ്, അതുപോലെ പ്രോബ്ലം സോൾവിങ് ആൻഡ് ഫൈൻ മോട്ടോർ സ്കിൽസ്. അടുത്തത് എക്സ്പ്രസീവ് പ്ലേ ആണ്. അവിടെ ടീച്ചർ അലോസ് ചിൽഡ്രൻ ടു എക്സ്പ്രസ് ഫീലിംഗ് ത്രൂ ആർട്ടിലൂടെയും അതുപോലെ മ്യൂസിക്കിലൂടെയും ഡാൻസിലൂടെയൊക്കെ അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാം. യൂസസ് മെറ്റീരിയൽസ് ലൈക്ക് പെയിൻറ്റ്സ്, ക്ലേ ആൻഡ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഇത്രയാണ് അതായത് എക്സ്പ്രസീവ് പ്ലേ, കൺസ്ട്രക്റ്റീവ് പ്ലേ, മോട്ടോർ ആൻഡ് ഫിസിക്കൽ പ്ലേ, അസോസിയേറ്റീവ് പ്ലേ, സോഷ്യൽ പ്ലേ, സോഷ്യോ ഡ്രമാറ്റിക് പ്ലേ, റൂൾ ഗവേൺഡ് പ്ലേ, ഇതൊക്കെയാണ്. അതുപോലെ നോൺ സോഷ്യൽ ആക്ടിവിറ്റി, പാരലൽ പ്ലേ, പ്രിറ്റൻഡ് പ്ലേ, ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് പ്ലേ ഇൻ പ്രീ സ്കൂൾ ഇയേഴ്സ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് തരും, ഇത് ഏത് തരത്തിലുള്ള പ്ലേ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പ്ലേ ഉണ്ട്. ബോത്ത് ആർ എസെൻഷ്യൽ ആൻഡ് ഷുഡ് ബി ബാലൻസ്ഡ് ഡെയിലി. ഔട്ട്ഡോർ പ്ലേസ് സപ്പോർട്ട് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സോഷ്യൽ ബോണ്ടിങ്. Indoor activities like puzzles and art build fine motor skills and creativity. Okay, outdoor plays physical health and social bonding ഉണ്ടാക്കും. Indoor activities like puzzles and art build fine motor skills and creativity. Environments must be safe, engaging and age appropriate. അടുത്തത് സ്ക്രീൻ ടൈം ആൻഡ് ടെലിവിഷൻ ഇമ്പാക്റ്റ് ഓൺ പ്രീ സ്കൂളേഴ്സ്. കുട്ടികളിൽ ഉണ്ടാകുന്ന സ്ക്രീൻ ടൈം ഉണ്ടാവില്ല, മൊബൈൽ ഫോണിൻ്റെയും അതുപോലെ ടെലിവിഷൻ്റെ ഒക്കെ യൂസിങ്. ഇതൊരു നെഗറ്റീവ് എഫക്റ്റാണ് ഓഫ് എക്സസീവ് ടി വി. പുവർ അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടാവും അല്ലേ. അതുപോലെ റിഡ്യൂസ്ഡ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി, കൺഫ്യൂഷൻ ബിറ്റ്വീൻ റിയാലിറ്റി ആൻഡ് ഫിക്ഷൻ, ഇംപേഷ്യൻസ് ആൻഡ് ഷോർട്ട് അറ്റൻഷൻ സ്പാൻസ്, പുവർ പ്ലാനിങ് ആൻഡ് ജഡ്ജ്മെൻറ്റ് സ്കിൽസ്, ഇൻക്രീസ്ഡ് അഗ്രഷൻ ആൻഡ് വയലൻസ്, ഒബസിറ്റി ആൻഡ് ലേസിനെസ്. ഓക്കെ, ഇനി ഈ ഒരു ഭാഗത്ത് കൺക്ലൂഡ് ചെയ്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പ്ലേ എന്ന് പറയുന്നത് എസെൻഷ്യലാണ് അറ്റ് എവറി സ്റ്റേജ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. കുട്ടികളുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഓരോ സ്റ്റേജിലും പ്ലേ എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. ഇറ്റ് സപ്പോർട്ട് ഫിസിക്കൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ഗ്രോത്ത്. ചിൽഡ്രൻ മസ്റ്റ് ബി എൻകറേജ്ഡ് ടു പ്ലേ ഔട്ട്ഡോർസ് ആൻഡ് വിത്ത് പിയേഴ്സ്. Children must be encouraged to play outdoors and with peers. Excessive screen time should be discouraged.
ഹെൽത്തി പ്ലേ ഹാബിറ്റ്സ് ഡെവലപ്ഡ് ഏർലി ലേ ദ ഫൗണ്ടേഷൻ ഫോർ എ വെൽ റൗണ്ടഡ് കോൺഫിഡൻറ്റ് ആൻഡ് ഹാപ്പി ഇൻഡിവിജ്വൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്തെ പ്ലേ പാറ്റേൺസ് ഓഫ് പ്രീ സ്കൂൾ ചിൽഡ്രൻ എന്ന ഭാഗമാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. താങ്ക്